ഈ വചനം കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കണം എല്ലാ ദിവസവും. അപ്പോൾ ഞാൻ ആ വചനം പഠിച്ച് അവനെ കൊണ്ട് പറയിപ്പിച്ച്, അപ്പോൾ ആ വചനം പറയുമ്പോൾ ഞാൻ അവൻ്റെ നാക്കിൽ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഈ വചനങ്ങളെല്ലാം പറയും. 91 സങ്കീർത്തനം, 23 സങ്കീർത്തനം, പിന്നെ ജ്ഞാനം 10-21 പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവന് സംസാരിക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല, നന്നായിട്ട് സംസാരിക്കും. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:19 തൻ്റെ ദൈവം മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ജ്ഞാനം 10:21 ജ്ഞാനം മൂകരുടെ വാ തുറക്കുകയും ശിശുക്കളുടെ നാവിനെ സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു. യെശയ്യാ 40:31 എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. തലശ്ശേരി അതിരൂപതയുടെ റീജിയണൽ മതാധ്യാപകരുടെ സംഗമമാണ് ഇന്ന് ചെമ്പേരിയിൽ വെച്ച് നടന്നത്. തലശ്ശേരി അതിരൂപതയുടെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ഫാദർ ജേക്കബ് വെണ്ണായി പള്ളിയച്ചൻ നമ്മോടൊപ്പം ചേരുന്നതാണ്. അച്ഛാ, ഈ സംഗമം എങ്ങനെയാണ് നടത്തപ്പെട്ടത്? അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. ചെമ്പേരി ലൂർദ് മാതാ ബസിലിക്ക ദേവാലയത്തിൽ വെച്ച് ചെമ്പേരി, ചെമ്പന്തൊട്ടി, പൈസക്കരി, വായാട്ടുപറമ്പ് എന്നീ 4 ഫൊറോനുകളിലെ വിശ്വാസ പരിശീലകരുടെ സംഗമം ഇന്ന് നടത്തപ്പെട്ടു. തലശ്ശേരി അതിരൂപത കാറ്റഗറ്റിക്കൽ അപ്പസ്റ്റേറ്റ് നേതൃത്വത്തിലാണ് ഈ സംഗമം നടത്തിയത്. സംഗമത്തിൽ വെച്ച് ആഘോഷമായ പരിശുദ്ധ കുർബാനയും ക്ലാസും ഉച്ചകഴിഞ്ഞ് പൊതുസമ്മേളനവും നടത്തപ്പെട്ടു. അഭിമന്യ മാർ ജോസഫ് പാമ്പളാനി പിതാവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ വെച്ച് ഒട്ടനവധി വിശ്വാസ പരിശീലകരെ ആദരിക്കുകയുണ്ടായി. ഇന്നത്തെ വിശ്വാസ പരിശീലന സംഗമത്തിൽ അജണ്ടയിൽ ഇല്ലാതിരുന്ന ഒരു പ്രോഗ്രാം നടത്തി. അത് ചെമ്പേരി ഫൊറോനയിലെ ലിസിഗിരി ഇടവകയിൽപ്പെട്ട 5 കുടക്കച്ചറ ടീച്ചറിന് വചനത്തോട് വലിയ ആഭിമുഖ്യം, ഒത്തിരിയേറെ വചനങ്ങൾ കാണാതെ പഠിക്കുകയും ഒരു വിശ്വാസ പരിശീലക എന്ന നിലയിൽ കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കുകയും അവരെ പഠിപ്പിക്കാനായിട്ട് താല്പര്യമെടുക്കുകയും ചെയ്യുന്ന ടീച്ചറാണ്. കൂടാതെ ടീച്ചറിൻ്റെ മകൻ തലശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടി ഫിലോസഫി 3-ാം വർഷ വൈദിക വിദ്യാർത്ഥിയും കൂടിയാണ്. പ്രിയപ്പെട്ട 5 ടീച്ചർ ഒത്തിരിയേറെ വചനം പഠിക്കുകയും ഇന്ന് അധ്യാപകരോട് പങ്കുവെക്കുകയും ചെയ്തുവല്ലോ. ഇപ്രകാരം വചനം വായിക്കുവാനും വചനം പഠിക്കുവാനും കുഞ്ഞുങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുവാനും ടീച്ചറിന് എങ്ങനെയാണ് പ്രചോദനം ലഭിച്ചത്? എനിക്ക് ചെറുപ്പം തൊട്ടേ വചനം പഠിക്കുവാനും പറയാനൊക്കെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഞാൻ എനിക്കങ്ങനെ അവസരങ്ങൾ കിട്ടിയിട്ടില്ല. അപ്പോൾ എന്നെ ചെറുപ്പത്തിലെ മമ്മി ഇങ്ങനെ പള്ളിയുമായിട്ടൊക്കെ ഒത്തിരി പ്രാർത്ഥനയായിട്ടും വിശുദ്ധ കുർബാനയായിട്ടൊക്കെ ഒത്തിരി അടുപ്പത്തിലാണെങ്കിൽ പറഞ്ഞ് എല്ലാ ദിവസവും പള്ളിയിൽ പറഞ്ഞു വിടുമായിരുന്നു പപ്പായ. എൻ്റെ മമ്മി എൻ്റെ ചെറുപ്പത്തിലെ മരിച്ചുപോയി. എന്നാലും എന്നെ പരിശുദ്ധ അമ്മയോട് കൂടുതൽ അടുപ്പിക്കും. ഞങ്ങളെ മക്കളെ എല്ലാവരെയും പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എല്ലാ ശനിയാഴ്ചയും മാതാവിനെ, നിത്യസഹായ മാതാവിൻ്റെ മുൻപിൽ എല്ലാ ശനിയാഴ്ചയും ഒരു മാല കെട്ടി മമ്മി തന്നു വിടുമായിരുന്നു മാതാവിൻ്റെ മുമ്പിൽ കൊണ്ട് വെക്കുവാനായിട്ട്. പള്ളിയിലെ എല്ലാ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെ ഞങ്ങൾക്ക് ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വേദപാഠം പഠിക്കാനായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. സ്കൂളിലത്തെ പഠിക്കാൻ എനിക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ക്ലാസ്സിൽ ഞാൻ നന്നായിട്ട് പഠിക്കുമൊന്നുമില്ലായിരുന്നു. വലിയ ക്ലാസ്സിലേക്ക് ആയപ്പോൾ ഞാൻ വേദപാഠത്തിൽ എല്ലാ ക്ലാസ്സിലും എനിക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു വേദപാഠം പഠിക്കുവാനും പള്ളിയിൽ പോകാനും. ഇപ്പോഴാണെങ്കിലും എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. മക്കളെ ഞാൻ പള്ളിയിൽ പറഞ്ഞു വിടാറുണ്ട്. ഇപ്പോൾ കൊച്ച് ചെറുതായതുകൊണ്ട് ഞാൻ അവധി ദിവസങ്ങൾ മാത്രമേ പള്ളിയിൽ പോകാറുള്ളൂ. പിന്നെ ഞായറാഴ്ച കുർബാനകളൊന്നും മുടക്കാറില്ല. വചനം എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ നേരം വായിക്കാറുണ്ട്. കുഞ്ഞു മോനെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്, വചനം പറഞ്ഞ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വചനങ്ങളെല്ലാം പഠിച്ചത്. അപ്പോൾ ഒത്തിരി വചനങ്ങൾ പഠിച്ചു. അതെൻ്റെ കൊച്ചിനെ ഞാൻ പഠിപ്പിക്കുകയും ചെയ്തു. അവനും ആ വചനങ്ങളെല്ലാം നന്നായിട്ട് എല്ലാ ദിവസവും ചൊല്ലും. 91 സങ്കീർത്തനം, 23 സങ്കീർത്തനം, ഇതെല്ലാം നന്നായിട്ട് കാണാതെ പറയുകയൊക്കെ ചെയ്യും. അവനും ഒത്തിരി ഇഷ്ടമാണ്. ചെറിയ വചനങ്ങൾ പഠിപ്പിക്കും. അവൻ പറയും എനിക്ക് ചെറിയ വചനം വേണ്ട അമ്മേ, വലിയ വചനം മതി, എനിക്ക് വലിയ വചനം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവന് വചനം പഠിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവന്. ടീച്ചർ പഠിച്ച വചനങ്ങളിൽ കുറച്ചെണ്ണം ഇപ്പോൾ ഞങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാവും. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:19 തൻ്റെ ദൈവം മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ജ്ഞാനം 10:21 ജ്ഞാനം മൂകരുടെ വാ തുറക്കുകയും ശിശുക്കളുടെ നാവിനെ സ്ഫുടമായി സംസാരിക്കാൻ കഴിവ് നൽകുകയും ചെയ്തു. യെശയ്യാ 40:31 എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ശക്തി പ്രാപിക്കും. അവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. അവൻ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയുമില്ല. ഹെബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്. അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിച്ചറിയുന്നതുമാണ്.
2 മക്കബായർ 8:18. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചരലും കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവ്വശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. റോമ 16:20. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഏശയ്യ 43:1. ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്. ജെറമ്യ 1:5. മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു. 1 പത്രോസ് 5:6. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. തക്ക സമയത്ത് അവർ നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ അവർ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. 1 തെസ്സലോനിക്ക 3:3. ഞാൻ നിങ്ങളെ ശക്തിപ്പെടുത്തുകയും ദുഷ്ടനിൽ നിന്ന് കാത്തുകൊള്ളുകയും ചെയ്യും. യാക്കോബ് 1:22. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരും കൂടി ആയിരിക്കുവിൻ. മിക്ക 6:9. കർത്താവിൻ്റെ ശബ്ദം നഗരത്തിൽ മുഴങ്ങുന്നു, അവിടുത്തെ നാമത്തെ ഭയപ്പെടുകയാണ് യഥാർത്ഥ ജ്ഞാനം. ജ്ഞാനം 9:10. വിശുദ്ധ സ്വർഗത്തിൽ നിന്നും അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും ജ്ഞാനത്തെ അയക്കണമേ. അവൾ എന്നോടത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ, അങ്ങനെ അവിടുത്തെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. ടീച്ചറെ, വചനം പഠിച്ചത് വഴി ടീച്ചറിൻ്റെ മകൻ്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം സംഭവിച്ചെന്ന് ടീച്ചർ ഇന്ന് പങ്കുവയ്ക്കുകയുണ്ടായല്ലോ. അത് ആ അനുഭവം ഒരിക്കൽ കൂടി ഒന്ന് ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമോ? എൻ്റെ ചെറിയ മോന് ഒരു 1-1.5 വയസ്സൊക്കെ ആയപ്പോൾ സംസാരിക്കാൻ തുടങ്ങി. അന്നേരം ഒന്നും കുഴപ്പമില്ലായിരുന്നു. പിന്നെ 2-2.5 വയസ്സൊക്കെ ആയപ്പോൾ സംസാരിക്കുമ്പോൾ അവൻ്റെ സംസാരത്തിൽ വിക്ക് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കത് ഒത്തിരി സങ്കടമായി. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ വചനം പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു, വചനം പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ നിൻ്റെ സംസാരം തടസ്സമെല്ലാം മാറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മൂത്ത മോള് ധ്യാനത്തിന് പോയപ്പോൾ അവിടുത്തെ ഒരു സിസ്റ്റർ പറഞ്ഞു, ഈ വചനം കൊച്ചിനെ കൊണ്ട് പറയിപ്പിക്കണം എല്ലാ ദിവസവും. അപ്പോൾ ഞാൻ ആ വചനം പഠിച്ച് അവനെ കൊണ്ട് പറയിപ്പിച്ച്, അപ്പോൾ ആ വചനം പറയുമ്പോൾ ഞാൻ അവൻ്റെ നാക്കിൽ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും ഈ വചനങ്ങളെല്ലാം പറയും. 91 സങ്കീർത്തനം, 23 സങ്കീർത്തനം, പിന്നെ ജ്ഞാനം 10:21 പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവന് സംസാരിക്കുമ്പോൾ യാതൊരു കുഴപ്പമില്ല, നന്നായിട്ട് സംസാരിക്കും. അഞ്ജു ടീച്ചറിൻ്റെ വാക്കുകൾ തലശ്ശേരി അതിരൂപതയിലെ മാത്രമല്ല, മറിച്ച് സീറോ മലബാർ സഭയിലെയും അല്ലെങ്കിൽ എല്ലാ വിശ്വാസ പരിശീലകർക്കും വലിയ മാതൃകയും പ്രചോദനവുമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള വിശ്വാസ പരിശീലകരെയാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം. കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുന്ന, വചനം പഠിക്കുന്ന, വചനത്തോട് ആഭിമുഖ്യമുള്ള നല്ല വിശ്വാസ പരിശീലകരെ. ടീച്ചറിൻ്റെ ഈ ഒരു സാക്ഷ്യം തലശ്ശേരി അതിരൂപതയിൽ വിശ്വാസ പരിശീലകർക്കെല്ലാം വലിയൊരു അനുഭവമായി മാറിയെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട അഞ്ജു ടീച്ചറിനും എല്ലാ വിശ്വാസ പരിശീലകർക്കും സ്നേഹപൂർവ്വം നന്ദി പറയുന്നു.